ബാബ് സിന്ധു മന്ദിർ അബുദാബിയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. ദുബായ് അബുദാബി ഷെയ്ഖ് സായിദ് ഹൈവേയിൽ അൽ റഹബിക്ക് സമീപം അബു മുഹൈറയിലെ 27 ഏക്കർ സ്ഥലത്താണ് ഏകദേശം 700 കോടി രൂപ ചെലവിൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ അവിടെ പോയിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു. ധാരാളം ആളുകൾ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ ഇവിടെ ഈ ഒരു ബാസ് മന്ദിർ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെക്കുറെ പണിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇനിയുമുണ്ട്, കുറേയൊക്കെ പണി തീർക്കാനുണ്ട്. എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം. നമ്മുടെ ഈ ഒരു UAE ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത്ഭുതം തന്നെ തോന്നും. മാത്രമല്ല അവിടുത്തെ ഈ കൊത്തുപണികളുണ്ടല്ലോ, ആ കൊത്തുപണികൾക്കൊക്കെ അത് ഓരോന്ന് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ എന്തുമാത്രം ആൾക്കാരുടെ എഫേർട്ട്, എത്ര നാളുകൾ എടുത്തിട്ടാണ് ഇത് പണിഞ്ഞതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകാൻ പറ്റും. 2024 ഫെബ്രുവരി 14 5000-ലധികം ക്ഷണിതാക്കൾ പങ്കെടുത്ത സമർപ്പണ ചടങ്ങിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ബാബ് സിന്ധു മന്ദിർ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ക്ഷേത്രം തന്നെയാണ്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് അവിടെ നമുക്ക് പ്രവേശനമുള്ളത്. മാത്രമല്ല തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവിടെ അവധിയാണ്, സന്ദർശനം അനുവദിക്കത്തില്ല. അതുമാത്രമല്ല ക്ഷേത്രം കാണാനെത്തുന്നവർക്ക് ഫീസ് ഒട്ട് നൽകേണ്ടതുമില്ല. UAE ഭരണകൂടം ഇന്ത്യൻ പ്രവാസികളോട് കാണിക്കുന്ന സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും കരുതലിൻ്റെയും പ്രതീകമാണ് അബുദാബിയിലെ ഈ ശിലാക്ഷേത്രം. പുറത്തുനിന്നും ഈ ഭംഗിയൊക്കെ നമുക്ക് ക്യാമറയോ ഫോണിലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിലും അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ക്യാമറയോ ഒന്നും നമുക്ക് അവിടെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, ഷൂട്ട് ചെയ്യുന്നതിന് അവർക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ സെക്യൂരിറ്റി വന്ന് നമ്മുടെ അടുത്ത് പറയും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ക്യാമറയും മൊബൈൽ ഫോണും ഒന്നും പറ്റത്തില്ല എന്ന് തന്നെ പറയും. അപ്പോൾ നമുക്ക് അകത്തുള്ള കാഴ്ചകളൊന്നും ഇവിടെ നമുക്ക് ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ അവിടുത്തെ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അകത്തൊക്കെ ആ തറയിലൊക്കെ ഒന്ന് കാല് വെക്കുമ്പോൾ തന്നെ എന്തോ ഒരു തണുപ്പാണെന്നറിയോ, അതിൻ്റെ മാർബിളിൻ്റെയൊക്കെ ക്വാളിറ്റി കാരണമായിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രതിഷ്ഠകൾ, അങ്ങനെ ഓരോ പ്രതിഷ്ഠകളുണ്ട്, എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിശദമായിട്ട്. എന്തായാലും ഈ ഒരു മനോഹര ക്ഷേത്രം മൊത്തത്തിലൊന്ന് പണിഞ്ഞു കഴിയുമ്പോൾ ഇപ്പം തന്നെ നല്ല മനോഹരമാണ്. ഇത് മൊത്തം കൂടെ പണിഞ്ഞു കഴിയുമ്പോഴത്തേനും നല്ല രസമായിരിക്കും. കാരണം ഇത്രയും ഒരു ഏക്കറിലല്ലേ, 27 ഏക്കറിലാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇത് ഇങ്ങനെ പണിഞ്ഞിട്ടേക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇത്. എല്ലാവരും കഴിവതും ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് ഒന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം, എങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത്രയ്ക്ക് അതായത് ആ കൊത്തുപണിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. കൊത്തുപണികളൊക്കെ കണ്ടുകൊണ്ട് അതുപോലെ തന്നെ ഈ ചുറ്റിനിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഈ പോണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തണുപ്പും ഒക്കെ ഉണ്ട്. പിന്നെ നടക്കുമ്പോൾ ഇത്തിരി ഒരു നമുക്ക് വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല രസമാണ്. കണ്ടില്ലേ എന്തോരം തിരക്കാന്ന് നോക്കിയേ. അവിടെ ആ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ, പിന്നെ തിങ്കളാഴ്ച അവധിയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾക്ക് ആ ക്ഷേത്രം ഒന്ന് കാണാനും അവിടെ ഇങ്ങനെ ഒന്ന് അകത്തൊക്കെ കയറാനായിട്ടും. പിന്നെ അത് തന്നെ ഇതുപോലെ തന്നെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും പിന്നെ കുടിക്കാനും ഒക്കെ ഉള്ളത് നമുക്ക് അതിനകത്തുനിന്ന് വാങ്ങിക്കാനും പറ്റും. അങ്ങനെ ഞങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിവുള്ളവരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് ഇതൊന്ന് ആസ്വദിക്കണം.